ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിരുന്നു എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് അദ്ദേഹം തെളിവായി പ്രദർശിപ്പിച്ച രേഖകളിലെ ഒരു വോട്ടർ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. കള്ളവോട്ട് നടന്നുവെന്ന ആരോപണം തെറ്റാണെന്നും തന്റെ വോട്ട് താൻ തന്നെയാണ് വിനിയോഗിച്ചതെന്നും യുവതി മാധ്യമങ്ങളോട് തുറന്നടിച്ചതോടെ രാഹുൽ ഗാന്ധിയുടെ ഓപ്പറേഷൻ സർക്കാർ ചൗരി എന്ന ആരോപണത്തിന്റെ വിശ്വാസത്യ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹരിയാനയിൽ 25 ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നും ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് 22 പേരുകളിൽ വോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നും തെളിയിക്കാൻ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനത്തിൽ ചില വോട്ടർ കാർഡുകൾ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കാർഡുകളിൽ ഒന്നിലെ ഉടമയായ പിങ്കി ജുഗീന്ദർ കൗശിക് എന്ന സ്ത്രീയാണ് ഇപ്പോൾ രാഹുലിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കവേ പിങ്കി കൗശിക് തന്റെ നിലപാട് വ്യക്തമാക്കുകയും വോട്ടർ കാർഡിലെ പിശക് എങ്ങനെ സംഭവിച്ചുവെന്ന് വിശദീകരിക്കുകയും ചെയ്തു. വോട്ട് മോഷണം എന്ന ആരോപണം തീർത്തും തെറ്റാണ്. എന്റെ വോട്ട് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് യുവതി ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ വോട്ടർ കാർഡിൽ നേരത്തെ തന്നെ ഫോട്ടോയിൽ പിശകുണ്ടായിരുന്നുവെന്നും അത് തിരുത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടും തിരുത്തിയ വോട്ടർ കാർഡ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. ആദ്യം ലഭിച്ച വോട്ടർ കാർഡിൽ എന്റെ ചിത്രത്തിന് പകരം എന്റെ ഗ്രാമത്തിലെ തന്നെ മറ്റൊരാളുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പിശക് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞങ്ങൾ വോട്ടർ കാർഡ് തിരികെ നൽകുകയും തിരുത്തലിനായി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വരെ തിരുത്തിയ കാർഡ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പിങ്കി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യാനായി താൻ ഉപയോഗിച്ചത് വോട്ടർ സ്ലിപ്പും ആധാർ കാർഡും പോലുള്ള മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖകളായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ പിശക് എങ്ങനെ തന്റെ തെറ്റാകുമെന്നും അതിന്റെ പേരിൽ താനോ തന്റെ വോട്ടോ കളവാണെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്നും യുവതി ചോദ്യം ഉന്നയിച്ചു. വോട്ടർ പട്ടികയിൽ ഫോട്ടോ മാറിയതുമായി ബന്ധപ്പെട്ട് താനോ കുടുംബമോ ഒരു തട്ടിപ്പിനും ശ്രമിച്ചിട്ടില്ലെന്നും അവർ ആണയിട്ട് പറഞ്ഞു. പിങ്കി കൗശികിന്റെ ഈ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ മൊത്തത്തിലുള്ള വിശ്വാസത്തെ വലിയ തോതിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചില സാങ്കേതിക പിശകുകൾ സംഭവിക്കാമെന്നും അത് കള്ളവോട്ടിന്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ശരിയല്ലെന്നുമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിന് ഇത് കൂടുതൽ ബലം നൽകുന്നു. സാധാരണഗതിയിൽ വോട്ടർ കാർഡിലെ പിശകുകൾ BLO തലത്തിലോ തിരഞ്ഞെടുപ്പ് ഓഫീസിലോ സംഭവിക്കാവുന്നതാണ്. എന്നാൽ തിരുത്തിയ കാർഡ് ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലും വോട്ടർ സ്ലിപ്പും ആധാർ കാർഡും ഉപയോഗിച്ച് യഥാർത്ഥ വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന നിയമപരമായ സാധ്യതയാണ് ഇവിടെ പിങ്കി കൗശികിന്റെ മൊഴിയിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട H-ഫയൽസിന്റെ പ്രധാന അടിത്തറ വോട്ടർ കാർഡുകളിലെ ഡ്യൂപ്ലിക്കേഷനും ഫോട്ടോയിലെ മാറ്റങ്ങളുമായിരുന്നു. ഒരു വോട്ടർ തന്നെ പരസ്യമായി വന്ന് ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞതോടെ കോൺഗ്രസ് ഉയർത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന വലിയ രാഷ്ട്രീയ ബോംബ് തന്നെ പ്രതിരോധത്തിലായി. ബീഹാർ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാഹുൽ ഗാന്ധി നടത്തിയ ഈ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ഈ പുതിയ വെളിപ്പെടുത്തൽ BJPക്ക് കോൺഗ്രസിന്റെ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ ഒരു വലിയ ആയുധമായി മാറുക തന്നെ ചെയ്യും. വോട്ടർ കാർഡിലെ പിശകുകൾ യഥാർത്ഥ വോട്ടറെ ബാധിച്ചിട്ടില്ലെങ്കിൽ അത് എങ്ങനെ തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ തെളിവാകുമെന്ന ചോദ്യമാണ് BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇനി ഉയർത്താൻ സാധ്യതയുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നും ചോദിച്ചിരുന്നു. കൂടാതെ ഈ ആരോപണങ്ങൾക്ക് നിയമപ്രകാരം സത്യപ്രസ്താവന നൽകാൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. പിങ്കി കൗശികിന്റെ രംഗപ്രവേശനം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒരുപോലെ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ സാങ്കേതിക പിഴവുകളെ പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയ ലാഭം നേടാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിന് മറുപടിയായി പറയേണ്ട ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാവുകയും ചെയ്യും. ഇത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും തന്ത്രപരമായ മാറ്റങ്ങൾക്കും കാരണമായേക്കാം. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ആരോപണ വിധേയയായ ഒരു സാധാരണക്കാരി തന്നെ നേരിട്ട് രംഗത്തെത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഈ സംഭവം കോൺഗ്രസിനെ വിശ്വാസത്തെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെയും പുനഃപരിശോധിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.